ത്രിഭാഷാ വിവാദത്തിൽ കേന്ദ്രവുമായി വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ച തമിഴ്നാട്. ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാത്തതിന്റെ പേരിൽ 2152 കോടി രൂപ സംസ്ഥാനത്തിന് അനുവദിക്കാതെ കേന്ദ്രം വഞ്ചിച്ചതായി തമിഴ്നാട് ധനമന്ത്രി തങ്കം തെന്നരശ് ബജറ്റ് അവതരണത്തിനിടെ വിമർശിച്ചു. കേന്ദ്രവിഹിതത്തിനായി അഭിമാനം നഷ്ടപ്പെടുത്തില്ലെന്നും വിദ്യാഭ്യാസത്തിനായി സ്വന്തം നിലയിൽ പണം കണ്ടെത്തുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഭാഷാ വിവാദത്തിൽ തമിഴ്നാടും കേന്ദ്രവും തമ്മിലുള്ള പോര് മുറുകുകയാണ്. ബജറ്റ് ലോഗോയിൽ നിന്ന് രൂപയുടെ ചിഹ്നം ഒഴിവാക്കി പുതിയ പോർമുഖം തുറന്ന സ്റ്റാലിൻ സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിലും കേന്ദ്ര വിമർശനം ഇടം പിടിച്ചു. ത്രിഭാഷാ നയം അംഗീകരിക്കാത്തതിന്റെ പേരിൽ കേന്ദ്രം തടഞ്ഞുവെച്ചത് 2152 കോടി രൂപയാണ്. സാമ്പത്തിക ബാധ്യത വന്നാലും കേന്ദ്രത്തിനു മുന്നിൽ മുട്ടുമടക്കില്ല. ദ്വിഭാഷാ നയം തന്നെ തുടരുമെന്നും ധനമന്ത്രി തങ്കം തെന്നരശ് പ്രഖ്യാപിച്ചു. 2000 கோடி ரூபாய் நிதியினை இழந்தாலும் இருமொழி கொள்கையினை விட்டுத்தர மாட்டோம் என கொண்ட கொள்கையில் உறுதியாக நின்று தமிழ்நாட்டின் தன்மானம் காத்த மாண்புமிகு முதலமைச்சர் அவர்களின் பின்னால் തമിഴ്നാട്ട് മക്കൾ അനേവരും അണിവകുത്തുള്ളனர். വിദേശത്തുള്ള കുട്ടികളെ തമിഴ് ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനുള്ള പദ്ധതിക്ക് 10 കോടി വകയിരുത്തിയിട്ടുണ്ട്. അതിനിടെ മണ്ഡല പുനർനിർണയത്തിനെതിരായ സമ്മേളനത്തിലേക്ക് പിണറായി വിജയനെ തമിഴ്നാട് സർക്കാർ ക്ഷണിച്ചു. തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയാണ് തമിഴ്നാട് IT മന്ത്രി പളനിവേൽ ത്യാഗരാജനും തമിഴച്ചി തങ്കപാണ്ഡ്യനും മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത്. ഈ മാസം 22-ന് ചെന്നൈയിലാണ് സമ്മേളനം. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഉത്സവാഘോഷത്തിനിടെ വിപ്ലവ ഗാനം പാടിയത്